സൂര്യ സാറിനെ ഒരു നോക്ക് കാണാൻ പറ്റാതെ ഇവിടുന്ന് പോകേണ്ടി വരുന്ന കരുതിയവളാ ഞാൻ. പക്ഷെ അമ്മ എന്റെ പ്രാർത്ഥന കേട്ടു. സാറിനെ ഞാൻ കണ്ടു. ഒരുപക്ഷെ സാറിനെ കാണാതെ ഞാൻ ഇവിടുന്ന് പോകേണ്ടി വന്നിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ നേരെ ഇല്ലാതാവുമായിരുന്നു. എനിക്ക് സുഖമില്ലാതായപ്പോ സ്വന്തം അഭിമാനബോധം പോലും മാറ്റിവെച്ച് എനിക്ക് വേണ്ടി സൂര്യ സാർ ചെയ്ത കാര്യങ്ങള് ഈ ലോകത്ത് മറ്റൊരു ഭർത്താവും ഭാര്യയ്ക്ക് വേണ്ടി ചെയ്യാത്തത്. ആ നല്ല മനസ്സിനോട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല, മതിയാവില്ല. എന്റെ ആയുസ് ഒടുങ്ങുന്നവരെ ഞാൻ സൂര്യ സാറിന്റെ കാൽക്കളി തന്നെ ആയിരിക്കും. സൂര്യ സാറിന് എത്രയും പെട്ടെന്ന് അസുഖം ഭേദാവണം. സാറ് പഴയതിനേക്കാൾ ഉണർവോടെ ഇവിടെ മുഴുവനും ഓടിച്ചാടി നടക്കണം. അനുഗ്രഹിക്കണേ അമ്മേ. ഇന്ന് താനീറമ്മയുടെ മുൻപിൽ സന്തോഷമുള്ളൊരു മനസ്സായിട്ട് ഞാൻ നിന്നത് എന്റെ സാറിനെ ഈ അവസ്ഥയെ കണ്ടതുകൊണ്ട്. നന്ദിനി, താൻ എന്നെ നോക്കുന്ന ഓരോ നോട്ടവും, എന്നോട് സംസാരിക്കുന്ന ഓരോ വാക്കും, എനിക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യവും എന്നോടുള്ള സ്നേഹമാണ്. അതെനിക്ക് മനസ്സിലാവുന്നുമുണ്ട്. പക്ഷേ ഇത്രയും സ്നേഹം ഉള്ളിലുള്ള താൻ എന്താ ഇതുവരെ എൻ്റെ മുമ്പിൽ വരാതിരുന്നത്? ഞാൻ കണ്ണു തുറന്നപ്പോഴെല്ലാം വിളിച്ചത് തന്നെയാ. എനിക്ക് കാണേണ്ടത് തന്നെയായിരുന്നു. എന്നിട്ടും എന്താ നന്ദിനി എൻ്റെ അടുത്ത് വരാതിരുന്നേ? താൻ എന്നെ വെറുത്തു പോയിരുന്നോ? എൻ്റെ അടുത്തേക്ക് വരില്ല എന്ന് തീരുമാനിച്ചിരുന്നോ? ഇല്ല സാർ, അങ്ങനെ ഒരിക്കലും ഞാൻ കരുതിയിരുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് താൻ വരാതിരുന്നത്? എൻ്റെ മുമ്പിൽ ഇവിടെ വന്ന് നിന്നവരൊക്കെ താനിവിടെ ഇല്ലാന്ന് എന്നോട് പറഞ്ഞു. ഇനി അവരാണ് എന്നെ നോക്കാൻ പോകുന്നതെന്നും പറഞ്ഞു. പക്ഷേ അവരുടെ വാക്കും പ്രവൃത്തിയൊക്കെ എനിക്ക് സംശയമാണ് ഉണ്ടാക്കിയത്. അവരെനിക്ക് മരുന്ന് തന്നിട്ടുണ്ട്, ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ ഉള്ളറിയാവുന്ന എനിക്ക് അതൊക്കെ വിഷം തരുന്ന പോലെയായിരുന്നു ചങ്കിലേക്ക് ഇറങ്ങുമ്പോൾ. അവരെന്നെ നോക്കാൻ നിന്നത് സ്നേഹം കൊണ്ടല്ലെന്ന് എനിക്കറിയാം. അക്കൂട്ടത്തിൽ ഒരെണ്ണം പോലും എന്നെ ഇഷ്ടപ്പെടുന്നില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നിട്ടും എല്ലാം അറിയാവുന്ന താൻ എന്തിനാ മാറി നിന്നത്? അമ്മ പറഞ്ഞു, ചേച്ചി പറഞ്ഞു, വേദ പറഞ്ഞു, അളിയും പറഞ്ഞു. പക്ഷേ ഞാൻ ഉറച്ചു വിശ്വസിച്ചത് താൻ എന്നെ വിട്ടു പോയിട്ടുണ്ടാവില്ലെന്ന്. പക്ഷേ ആരതി വന്ന് താനിവിടെ ഇല്ല, താൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ തകർന്നുപോയി. എന്തിനാ ആരതി അങ്ങനെ പറഞ്ഞത്? ഞാൻ അവളെ സ്വന്തം പെങ്ങളായിട്ട് കാണുന്നതല്ലേ. അവൾ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? എന്താണെന്നതിന് നിങ്ങൾക്കൊക്കെ സംഭവിച്ചത്? എന്നെ വേണ്ടായിരുന്നോ നിങ്ങൾക്കാർക്കും? സാറേ, സാറിന്റെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയാം സാറേ.
രാജേട്ടാ പാലിങ്ങി നിന്ന് എന്നിട്ട് രാജേട്ടൻ പോയിക്കോ. രാജേട്ടൻ നിൽക്കേ. ഇവിടെ എന്താ സംഭവിച്ചേ? മോളെ എന്താണെങ്കിലും കൃത്യമായിട്ട് എന്നോട് പറ. സാർ രാജേട്ടൻ പോയിക്കോട്ടെ, സാറിനോട് ഞാൻ പറയാം. വേണ്ട, രാജേട്ടൻ പറ.